2 weeks മുമ്പ് പറഞ്ഞ സന്തൂർ മാംഗനീസ് ആൻഡ് അയൺ ഓർസ് ഇന്ന് മോർ ദാൻ 18% ഒരു അപ്പ് മൂവ് ആണ് ഉണ്ടായിരിക്കുന്നത് ഈ ഒരു സ്റ്റോക്കിൽ. നമ്മുടെ എൻട്രി ലെവൽ 200 ആയിരുന്നു. സോ 200 ലെവലിൽ നിന്ന് ഇന്ന് ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 237.888 വരെയാണ്. സോ സജസ്റ്റ് ചെയ്ത് ലാസ്റ്റ് 2 വീക്സിന്റെ ബ്രേക്ക്ഔട്ട് സ്റ്റോക്ക് ആയിട്ടായിരുന്നു പറഞ്ഞത് സന്തൂമ. സോ റീസെന്റ് പറഞ്ഞ മറ്റൊരു സ്റ്റോക്ക് ഫിനോ PB. സോ ഫിനോ PB ബാങ്കില് ഫിനോ പേയ്മെന്റ്സ് ബാങ്ക്. സോ ഫിനോ ബാങ്കിൽ നമ്മുടെ ഓൾമോസ്റ്റ് നിയർ ടാർഗറ്റ് ആണ്. 342 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ മോസ്റ്റ് പ്രോബ്ലി ഇത് നാളെ തന്നെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നു വിചാരിക്കുന്നു. ഇന്ന് ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 338 വരെ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 342 ആണ് ഫസ്റ്റ് ടാർഗറ്റ്. ഇന്നലത്തെ ഇൻട്രാഡേ പിക്സ് എങ്ങനെയാണ് പെർഫോം ചെയ്ത് നോക്കാം. LT ഫുഡ്സ് നമ്മൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. 410 ബ്രേക്ക് ചെയ്താലായിരുന്നു ബൈ. സോ 410 ബ്രേക്ക് ചെയ്തു. ലേറ്റർ ഓൺ റീടെസ്റ്റ് ഉണ്ടായി. റീടെസ്റ്റ് ചെയ്യുന്ന അഗെയിൻ ഒരു ബൗൺസ് ഉണ്ടായിരുന്നു LT ഫുഡ്സിൽ. ജൂബിലിയൻ ഇൻഗ്രേവിയ നമ്മുടെ സെല്ലിംഗ് ടാർഗറ്റ് ആണ് അച്ചീവ് ചെയ്തത്. സെല്ലിംഗ് ലെവലാണ് ആക്റ്റീവ് ആയത്. 707 ആയിരുന്നു നമ്മുടെ ഷോർട്ടിംഗ് ലെവൽ. സോ 707 ലെവൽ ബ്രേക്ക് ചെയ്തു. ഇന്ന് ലോ ക്രിയേറ്റ് ചെയ്ത് അറൌണ്ട് 684 വരെ ലോ പോയിട്ടുണ്ട് ജൂബിലിയൻ ഇൻഗ്രേവിയ. സാരിഗമ ക്ലിയർലി ഒരു സൈഡ് വേസ് മൂവ് ആയിരുന്നു. ബൈയിങ് ലെവൽ ബ്രേക്ക് ചെയ്തിട്ടില്ല, സെല്ലിംഗ് ലെവൽ ബ്രേക്ക് ചെയ്തെങ്കിലും ടാർഗറ്റ് റീച്ച് ചെയ്തിട്ടില്ല. സോ ഈ സ്റ്റോക്ക് നിങ്ങൾക്ക് നാളെയും ട്രാക്ക് ചെയ്യാവുന്നതാണ്. 463 ബ്രേക്ക് ചെയ്താൽ ഒരു മൊമെന്റം പ്രതീക്ഷിക്കാവുന്നതാണ്. ഉഷ മാർട്ടിലും ടാർഗറ്റ് റീച്ച് ചെയ്തിട്ടില്ല. ഉഷ മാർട്ടിൻ 488 ആയിരുന്നു ബ്രേക്ക്ഔട്ട് ലെവൽ. നമ്മുടെ ബൈയിങ് ലെവൽ ആക്റ്റീവ് ആയിരുന്നു. സെല്ലിംഗ് ലെവൽ ബ്രേക്ക് ചെയ്തെങ്കിലും ടാർഗറ്റ് റീച്ച് ചെയ്തിട്ടില്ല. നാളത്തേക്കുള്ള സ്വിംഗ് പിക്കിന്റെ ഓർവ്യൂ നോക്കാം. പോസിറ്റീവ് ബ്രേക്ക്ഔട്ട് ആണ് ഈ ഒരു സ്റ്റോക്കിൽ ഉണ്ടായിരിക്കുന്നത്. LTP ഈസ് ഗ്രേറ്റർ ദാൻ R1. ബെഞ്ചമിൻ ഗ്രഹാം വാല്യൂ സ്ക്രീനറുടെ ക്രൈറ്റീരിയ മാച്ച് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. സ്ട്രോങ് പെർഫോമർ അണ്ടർ റഡാർ സ്റ്റോക്ക് വിത്ത് സ്ട്രോങ് ഡിവിഡൻഡ് yield. സോ ഹൈ ഡിവിഡൻഡ് yield തരുന്ന ഒരു സ്റ്റോക്കാണ്. അണ്ടർ വാല്യൂഡ് ഗ്രോത്ത് സ്റ്റോക്കാണ്. സ്ട്രോങ് മൊമെന്റം ആണ് ഈ ഒരു സ്റ്റോക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ക്യാഷ് ഫ്ലോ ഇംപ്രൂവ് ആവുന്നുണ്ട്. ആനുവൽ പ്രോഫിറ്റ് ഇൻക്രീസ് ആവുന്നുണ്ട്. പെഗ് റേഷ്യോ ലോ ആണ്. ഹൈ മൊമെന്റം സ്കോർ ആണ്. ROA ഇംപ്രൂവ് ആവുന്നുണ്ട്. ഗ്രോത്ത് ഇൻ ക്വാർട്ടർലി നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ആവുന്നുണ്ട്. ലോ ഡെപ്റ്റ് ഉള്ള ഒരു കമ്പനിയാണ്. ഇതിന്റെ PE റേഷ്യോ നോക്കുകയാണെങ്കിൽ ലെസ് ദാൻ 10. ഹൈ വോളിയം ഹൈ ഗെയിൻ ആണ്. ഇതേപോലെ ടോപ്പ് ഗെയിനേഴ്സ് അപ്പിയർ ചെയ്ത സ്റ്റോക്കും കൂടിയാണ്. ഇതിന്റെ DVM സ്കോർ നോക്കാം. DVM സ്കോറിൽ സ്ട്രോങ് പെർഫോമർ അണ്ടർ റഡാർ എന്നാണ് എഴുതിയിരിക്കുന്നത്. മൊമെന്റം സ്കോർ എബോവ് ആവറേജ് ആണ്, 51.3. സോ ഹൈ ഫിനാൻഷ്യൽ സ്ട്രെങ്ത്. വാല്യുവേഷൻ ക്ലിയർലി അഫോർഡബിൾ വാല്യുവേഷനിലാണ് ഈ ഒരു സ്റ്റോക്ക്. സ്റ്റോക്കിന്റെ പേര് MSTC ആണ്. MSTC ലിമിറ്റഡ്. കറന്റ് ക്ലോസിംഗ് പ്രൈസ് 540.7. ഹ്യൂജ് വോളിയം ആയിരുന്നു എന്ന്. ഹൈ വോളിയം ഗെയിൻ ഉണ്ടായിട്ടുണ്ട്. NSE BSE കമ്പൈൻഡ്. സോ MSTCയുടെ ഡെയിലി ചാർട്ടിലേക്ക് പോകാം. MSTC ലിമിറ്റഡ്. MSTC പാസ് ഫ്യൂ ഡേയ്സ് ആയിട്ട് ഈ ഒരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ് ആണ്. സോ മൾട്ടിപ്പിൾ ടൈംസ് ഇവിടെ റിയാക്ഷൻ കാണാൻ സാധിക്കും. സോ 1, 2, 3, 4, 5, 6, 7. ഓൾമോസ്റ്റ് 7 ടൈംസ് ഈ ഒരു ട്രെൻഡ് ലൈൻ സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. സോ കറന്റ് ക്ലോസ് ചെയ്തിരിക്കുന്ന ഈ ഒരു ട്രെൻഡ് ലൈൻ ഓൾമോസ്റ്റ് ബ്രേക്ക്ഔട്ട് ലെവലിൽ തന്നെയാണ് കറന്റ് ക്ലോസിംഗ്. സോ 540.7. വോളിയം നോക്കുകയാണെങ്കിൽ ഹൈ വോളിയം ഉണ്ട്. സോ കറന്റ് മാർക്കറ്റ് പ്രൈസിൽ തന്നെ കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് MSTC. ഫസ്റ്റ് ടാർഗറ്റ് 578. സെക്കൻഡ് ആൻഡ് ഫൈനൽ ടാർഗറ്റ് 607. SL മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് 510. 510 ആയിരിക്കും SL. ഡെയിലി ക്യാൻഡിൽ ക്ലോസിംഗ് ബേസിസിലാണ് SL വെക്കേണ്ടത്. സ്റ്റോക്ക് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാം. MSTC ലിമിറ്റഡ്. കംപ്ലീറ്റ് അനാലിസിസ് സെൽഫ് സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ട്രേഡിംഗ് ഡേഴ്സിന് എടുക്കുക. നാളത്തെ ഇൻട്രാഡേ പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇൻട്രാഡേ പിക്സിൽ ആദ്യം ടാറ്റ പവറിന്റെ 15 മിനിറ്റ് ചാർട്ട്. ടാറ്റ പവറിൽ ഇന്ന് സ്ട്രോങ് ബൈയിങ് വോളിയം കാണാൻ സാധിച്ചു. സോ ഓവറോൾ ഒരു സ്ട്രക്ചർ ഈ ഒരു ഫോർമേഷൻ ആണ്. വോളറ്റാലിറ്റി കോൺട്രാക്ഷൻ. സോ 398 ആയിരിക്കും ഇതിന്റെ ബ്രേക്ക്ഔട്ട് ലെവൽ. 398.2 ബ്രേക്ക് ചെയ്താൽ ഒരു ബൈയിങ് എൻട്രി ആയിരിക്കും ടാറ്റ പവറിൽ. ടാർഗറ്റ് ആയിട്ട് 4 പോയിന്റ്സ്. ഷോർട്ടിംഗ് ലെവൽ 394. ഇൻ കേസ് ഒരു സെൽ ഓഫ് ഉണ്ടാവുകയാണെങ്കിൽ 394 ആയിരിക്കും ഇതിന്റെ ഷോർട്ടിംഗ് ലെവൽ. ടാർഗറ്റ് ആയിട്ട് 390 വരെ എക്സ്പെക്ട് ചെയ്യാം. ഓയിൽ ഇന്ത്യ ആണ് അടുത്ത്. ഓയിൽ ഇന്ത്യ സ്ട്രോങ് മൂവ് ആയിരുന്നു എന്ന് അറൌണ്ട് 2% സ്റ്റോക്ക് ഗെയിൻ ചെയ്തിട്ടുണ്ട്. 425 ആയിരിക്കും ഇതിന്റെ ഫർദർ ഒരു അപ്സൈഡ് ലെവൽ. 425 ബ്രേക്ക് ചെയ്താൽ ഒരു മൊമെന്റം പ്രതീക്ഷിക്കാം.
4 പോയിന്റിന്റെ ടാർഗറ്റ്. ഷോർട്ടിംഗ് ലെവൽ 419 ബ്രേക്ക് ആയാലും ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഓയിൽ ഇന്ത്യയിൽ. നെക്സ്റ്റ് JSW എനർജി. JSW എനർജിയിൽ 550 ആയിരിക്കും ഇതിന്റെ ബ്രേക്ക്ഔട്ട് ലെവൽ. 550 ബ്രേക്ക് ചെയ്താൽ ഒരു ബൈയിങ് എൻട്രി. 5 പോയിന്റ്സ്, 5 പോയിന്റിന്റെ ടാർഗറ്റ് JSW എനർജി. ഷോർട്ടിംഗ് ലെവൽ 543 ആണ്. 543 ബ്രേക്ക് ആയാൽ ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. 5 പോയിന്റ്സ്, 5 പോയിന്റിന്റെ ആയിരിക്കും ടാർഗറ്റ്. CG പവർ ആണ് അടുത്ത്. CG പവർ പാസ്റ്റ് ഫ്യൂ ഡേയ്സ് ആയിട്ട് ഈ ഒരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസിലാണ് ട്രേഡ് ചെയ്യുന്നത്. സോ 760 ബ്രേക്ക്ഔട്ട് ലെവലായിട്ട് കൺസിഡർ ചെയ്യാം. 760 ബ്രേക്ക് ചെയ്താൽ 7 പോയിന്റ്സിന്റെ ടാർഗറ്റ്. ഷോർട്ടിംഗ് 754 ലെവലായിരിക്കും. 754 ബ്രേക്ക് ആയാലും ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഇതിൽ. 747 വരെ ടാർഗറ്റ്. ഇൻട്രാഡേ പിക്സിൽ ലാസ്റ്റ് വൺ യുനോ മിൻഡ റീസെന്റ് നല്ലൊരു ഫോളിന് ശേഷം ഒരു റിവേഴ്സൽ അറ്റംപ്റ്റ് ആണ്. സോ 1215 ആയിരിക്കും ബ്രേക്ക്ഔട്ട് ലെവൽ. 1215 ബ്രേക്ക് ചെയ്താൽ ഒരു ബൈയിങ് എൻട്രി. 10 to 12 പോയിന്റ്സ് ആയിരിക്കും ടാർഗറ്റ്. ഷോർട്ടിംഗ് ലെവൽ ഇൻ കേസ് ഒരു സെൽ ഓഫ് ഉണ്ടാവുകയാണെങ്കിൽ 1193 ആയിരിക്കും ഇതിന്റെ ഷോർട്ടിംഗ് ലെവൽ. സോ ഇത്രയും സ്റ്റോക്കുകൾ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ടേക്ക് കെയർ. ബൈ.